ഹലോ, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. അപ്പോൾ നമ്മൾ കഴിമ്പ്രം ബീച്ചിൽ, അതായത് മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത് ന്യൂ ഇയർ നൈറ്റിന്. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. നമുക്ക് ഒന്നും ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത, അതായത് വണ്ടികളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്ത അത്ര തിരക്ക്. കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാളും തിരക്ക്. എങ്ങനെയാണ് അങ്ങോട്ട് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ എത്രയോ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടിയാണ് വന്നത്. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ഉള്ളിൽ കടക്കാൻ പറ്റിയില്ല. കാരണം വണ്ടികളൊന്നും പാർക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ചെന്ന് കയറുന്ന സ്ഥലത്ത് പോലും ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. നമുക്ക് കയറാനൊന്നും പറ്റിയില്ലായിരുന്നില്ല. ഉള്ളിലേക്കൊന്നും നമുക്ക് കയറിയില്ല. നമ്മളിവിടെ അടുത്ത് തന്നെയാണ് നിന്നിരുന്നത്. ഈ കയറി ചെല്ലുന്നതിൻ്റെ അടുത്ത് തന്നെ നിന്നു. കാരണം നമുക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ കുറേ പേരൊക്കെ കണ്ട് 12 മണിയൊന്നും ആവാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ന്യൂ ഇയറിൻ്റെ ആ ഒരു ടൈമൊന്നും ആവാൻ നിൽക്കുന്നില്ല എല്ലാവരും. കുറേ പേരൊക്കെ പോവാണ് കേട്ടോ. എന്നാലും പോയാലും കുറേ പേരും കൂടി തിരിച്ച് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ പരിപാടികളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല, പ്രോഗ്രാമൊന്നും. അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ന്യൂ ഇയറിൻ്റെ ആ ഒരു 12 മണിക്ക് ആ ഒരു ടൈമിൽ നമുക്ക് സാന്റാനെ കത്തിക്കുന്നതും അതുപോലെ വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് നമ്മൾ വർണ്ണമഴ, അതൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുള്ളതിൽ ഞങ്ങളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ സാന്റയുടെ അടിയിൽ അവർ പടക്കവും എന്തൊക്കെയോ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടെ വന്നവർ നമ്മളെ കൂടെ ഇല്ലാത്തതാണ് ഒരു വിഷമം ആയത്. ബാക്കിയൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം. താഴത്തേക്ക് നോക്കട്ടെ, കാല് നോക്കട്ടെ. മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. 2 മിനിറ്റ് ഒരു ചടങ്ങിന് വേണ്ടി നിങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ
ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടാണ്. ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി വീട്ടിൽ പോകാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, ഹാപ്പി ന്യൂ ഇയർ.